നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ്. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ തൃശൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് പിരിച്ചുവിടാനായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേരള കാർഷിക സർവകലാശാല വായനാ വാരാഘോഷം രജിസ്ട്രാർ ഡോക്ടർ മേരി റജീന ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ വായനശാലയും കട്ടിലപ്പുവം ഗവൺമെന്റ് ഹൈസ്കൂളും ചേർന്ന് കട്ടിലപ്പുവം സ്കൂളിൽ വായന പക്ഷാചരണം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ലെന്ന് CPI. വാർത്തകൾ വിശദമായി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ്. സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ തൃശൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് പിരിച്ചുവിടാനായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള തീരുമാനത്തിനെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചത്. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് കളക്ടറേറ്റ് പടിക്കലെത്തിയ മാർച്ച് പിരിച്ചുവിടാനായി പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. കളക്ടറേറ്റ് പടിക്കൽ സ്ഥാപിച്ച ബാരിക്കേഡുകൾ സമരക്കാർ തള്ളിമറിച്ചിട്ടു. ഇത് സൂചനാ സമരമാണെന്നും കൂടുതൽ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നും ഡിവൈഎഫ്ഐ അറിയിച്ചു. ഭരണത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ അഴിമതി നടത്തിയ വ്യക്തിയാണ് VD സതീശനെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം RL ശ്രീലാൽ പറഞ്ഞു. പ്രതിഷേധ യോഗത്തിന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി PH നിയാസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ റോസിൽ രാജ്, ഹർഷ, വിനീത്, സംഗീത എന്നിവർ നേതൃത്വം നൽകി. കേരള കാർഷിക സർവകലാശാല വായനാ വാരാഘോഷം രജിസ്ട്രാർ ഡോക്ടർ മേരി റജീന ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറിയൻ ഡോക്ടർ NB നിഷ അധ്യക്ഷത വഹിച്ചു. കവിയും ചിന്തകനുമായ സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ലഹരിയിൽ നിന്നും മുക്തി നേടാം, വായനയിലേക്ക് ചുവടുവയ്ക്കാം എന്ന ആശയം മുൻനിർത്തി നടത്തിയ സെമിനാറിൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ K ലത്തീഫ് സംസാരിച്ചു. അസിസ്റ്റന്റ് ലൈബ്രറിയൻ KV അൽഫോൺസ് PK പണിക്കർ അനുസ്മരണം നടത്തി. മുൻ ലൈബ്രറിയൻ PN പണിക്കർ അനുസ്മരണം നടത്തി. മുൻ ലൈബ്രറിയൻ S ശ്രീകുമാർ, സൈനോര സണ്ണി എന്നിവരും സംസാരിച്ചു. തുടർന്ന് സമ്മാനദാനവും നടന്നു. ഷെമി ടോമി സ്വാഗതവും V സുനി നന്ദിയും പറഞ്ഞു. ഈ സർവകലാശാലയിൽ പഠിച്ച് വളർന്ന് ഉദ്യോഗം ചെയ്ത് സർവകലാശാലയിലേക്ക് കടന്നു വന്നിട്ട് 40 വർഷം തികയുന്ന എന്നെ പോലുള്ളവർക്ക് ഒരു വലിയ എന്താ പറയുക, ഗൃഹാതുര ചിന്തയും തറവാടും ഒക്കെയാണ്. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഇതിപ്പോൾ നമ്മുടെ വായനാ വാരം എന്ന് പറഞ്ഞത് മാഡം വളരെ വിശദമായി ഇവിടെ നിങ്ങൾക്ക് വിവരിച്ചു തന്നു. PN പണിക്കരുടെ പേരിലുള്ള നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ ആഘോഷിക്കപ്പെടുന്ന ഈ ദിവസങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളിൽ ഓരോ സ്ഥാപനങ്ങളും ഇത് നടത്തിയതിൻ്റെ വിശേഷം നമ്മൾ അറിഞ്ഞതാണ്. വായനാ വാരാഘോഷത്തോടനുബന്ധിച്ച് ഇവിടെ മത്സരങ്ങൾ നടത്തുകയും വിവിധ തലങ്ങളിൽ സമ്മാനാർഹരായവർക്ക് ഇന്നിവിടെ സമ്മാനദാനം നടത്തുകയും ചെയ്യുന്നു. എൻ്റെ സുഹൃത്തുക്കളാണ് ഇന്നിവിടെ, വിദ്യാർത്ഥികൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം തന്നെ എനിക്ക് പരിചിതരും സുഹൃത്തുക്കളുമാണ് സമ്മാനം വാങ്ങുന്നവർ. അസ്ലം AS College of Climate Change and Environmental Science, Kollam. അടുത്തതായി നോൺ ടീച്ചിങ് കാറ്റഗറി ഫസ്റ്റ് പ്രൈസ് ശിശാന്ത് കുമാർ PP, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ.
ഗ്രാമീണ വായനശാലയും കട്ടിലപ്പുവം ഗവൺമെന്റ് ഹൈസ്കൂളും ചേർന്ന് കട്ടിലപ്പുവം സ്കൂളിൽ വായനാ പക്ഷാചരണം നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനവും സന്ദേശവും സ്മൃതി സാംസ്കാരിക പൈതൃകവേദി വടക്കാഞ്ചേരി പ്രസിഡന്റ് ജോസഫ് പൂമുല നിർവഹിച്ചു. ജിസി ഫ്രാൻസിസ്, ശാലിനി എന്നിവർ വായനാദിന സന്ദേശം കുട്ടികൾക്ക് നൽകി. വായനശാല സെക്രട്ടറി ജിബു കെ ജോസഫ് നന്ദി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ലെന്ന് CPI. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തിനെതിരെ CPI വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി നടത്തിയ താലൂക്ക് ഓഫീസ് മാർച്ച് CPI ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ MR സോമനാരായണൻ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി MU കബീർ സ്വാഗതം പറഞ്ഞു. AR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PK പ്രസാദ്, KK ചന്ദ്രൻ, MA വേലായുധൻ, EN ശശി, PV സുധീർ എന്നിവർ പ്രസംഗിച്ചു. ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിന് OR ഷീല മോഹൻ, T ഹരിനാരായണൻ, VG രാജൻ, CR രാജേഷ്, നിഷാന്ത് മച്ചാട്, റജി രാജ്, KK അബൂബക്കർ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രുതി ലാലു, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിത സുരേഷ് ബാബു, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ നിജ ജയകുമാർ, സജിത സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. ഇതിന്റെ അധ്യക്ഷനായ ചന്ദ്രനും ചുരുക്കം വാക്കുകളാണെങ്കിൽ തന്നെ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ പുതിയതായി അധികാരത്തിൽ വന്ന UDF ഗവൺമെന്റ് അവർക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ട് എന്ന കാരണം പറഞ്ഞുകൊണ്ട് യാതൊരു ചർച്ചയും കൂടാതെ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. PM ശ്രീ പദ്ധതിയെ കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച സ്ഥലത്ത് പറഞ്ഞു, 2020 നമ്മുടെ രാജ്യമാകെ തന്നെ നമ്മുടെ ലോകമാകെ തന്നെ സ്തംഭിച്ച് ഒരു മാരകമായ രോഗത്തിൽ അടിമപ്പെട്ടുകൊണ്ട് കോവിഡ് മൂലം പാർലമെന്റുകളും നിയമസഭകളും ജനജീവിതം തന്നെ ആകെ സ്തംഭിച്ച ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ യാതൊരു ചർച്ചയും കൂടാതെ BJPയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ഗവൺമെന്റ് പാർലമെന്റിൽ പാസാക്കിയെടുത്തതാണ് ദേശീയ വിദ്യാഭ്യാസ നയം. പുത്തൂർ പഞ്ചായത്ത് ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രി എന്നിവ സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. പുത്തൂർ ജയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗാ ദിനാചരണം പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ യോഗ അഭ്യസിച്ചാൽ അത് ആരോഗ്യകരമായ ജീവിതശൈലിക്കും പലവിധ രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കാനും ഇടയാകുമെന്നും കൂടാതെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ യോഗ കൊണ്ട് കഴിയുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ പറഞ്ഞു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയങ്ക സനീഷ്, ഡോക്ടർ നിധിൻ പോൾ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജോസി ബേബി, MM സേതുമാധവൻ, ബബിത ജയൻ, രേഖ ചാക്കോ, സിബി അജി വാരപ്പെട്ടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് യോഗാ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോസ്ലിൻ ജോസ്, ഡോക്ടർ ശില്പ എന്നിവർ നയിച്ച ക്ലാസും യോഗ പരിശീലനവും ഉണ്ടായിരുന്നു. നമ്മുടെ ചിന്തകളെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു ബന്ധിപ്പിക്കലാണ് നമ്മുടെ യോഗ കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. ആ യോഗയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ശാരീരികമായിട്ടുള്ള അഭ്യാസം മാത്രമാണ് അല്ലെങ്കിൽ അഭ്യസിക്കൽ മാത്രമാണ് യോഗയിലൂടെ ആണെങ്കിലും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. അതിലൂടെ നമുക്ക് സമാധാനം കൈവരാനായിട്ട് നമുക്ക് പറ്റണം. ആ ഒരു ചിന്തയിലൂടെ വേണം നമ്മളിന്ന് യോഗ അഭ്യസിക്കാനായിട്ട്. നമുക്കറിയാം, ആത്മീയവും ശാരീരികവുമായിട്ടുള്ള ഈ യോഗ അഭ്യസിക്കലിലൂടെ നമ്മളുടെ ജീവിതത്തിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക്
നമ്മുടേതായ ചിന്തകളെ ബന്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ, നമ്മളുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ, അതിലൂടെയാണ് നമുക്ക് നമ്മളുടെ പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പ്രകടമായ മാറ്റങ്ങൾ നമുക്ക് വരുത്താനായിട്ട് സാധിക്കും. അതിന് നമ്മളുടെ യോഗ കഴിയട്ടെ. അതിനുവേണ്ടി നമുക്ക് പുത്തൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ പഞ്ചായത്ത് നടത്തുന്ന 2 ഹോസ്പിറ്റലുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന യോഗ അഭ്യസിപ്പിക്കൽ യോഗ നമ്മുടെ ഒരു പദ്ധതിയായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഒരുപാട് പേര് ഈ യോഗയിലൂടെ നമുക്ക് ഒരുപാട് ഇവിടെ അതിനു വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ യോഗ അഭ്യസിക്കാനായിട്ട് പ്രായഭേദമന്യേ നമ്മുടെ മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ വായനാ വാരാഘോഷം ജൂൺ 24 ബുധനാഴ്ച മാടക്കത്തറ പഞ്ചായത്ത് സുരേന്ദ്രൻ സ്മാരക ഹാളിൽ വെച്ച് നടന്നു. കുടുംബശ്രീ CDS വൈസ് ചെയർപേഴ്സൺ ഇന്ദിര സുധാകരൻ സ്വാഗതവും ചെയർപേഴ്സൺ അജിത സുനിൽകുമാർ അധ്യക്ഷതയും വഹിച്ചു. ചടങ്ങ് മാടക്കത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകന്യ ബൈജു ഉദ്ഘാടനം ചെയ്തു. ബിഗ് ബോസ് താരം TA അനീഷ് മുഖ്യ അതിഥിയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര വിശിഷ്ട അതിഥിയായിരുന്നു. ഡോക്ടർ സ്വപ്ന C കോമ്പാത്ത്, ഡോക്ടർ പ്രസീത മനോജ്, ഹരിത ഹരിഹരൻ എന്നിവർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്തു. TA അനീഷിന്റെ ആദ്യ നോവലായ കതിരാളൻ എന്ന പുസ്തകമാണ് ചർച്ചയ്ക്കായി തെരഞ്ഞെടുത്തത്. പുസ്തകത്തിലെ ഉള്ളടക്കത്തെക്കുറിച്ചും വ്യക്തിജീവിതത്തിലെ വിഷയങ്ങളെക്കുറിച്ചും ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലെ അനുഭവങ്ങളെക്കുറിച്ചും കുടുംബശ്രീ അംഗങ്ങളുമായി പങ്കുവച്ചു. TA അനീഷിന്റെ നേരം തുഴഞ്ഞ് കതിരാളൻ എന്നീ പുസ്തകങ്ങൾക്ക് കുടുംബശ്രീയിൽ ആവശ്യക്കാർ ഏറെയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അശോകൻ AM, പ്രശാന്ത് KP, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജി ഗരിജ പ്രദീപ്, വാർഡ് മെമ്പർമാർ, CDS അംഗങ്ങൾ, ADS അംഗങ്ങൾ അടക്കമുള്ള കുടുംബശ്രീ അംഗങ്ങൾ, ബ്ലോക്ക് കോർഡിനേറ്റർമാർ, അക്കൗണ്ടന്റ്, കുടുംബശ്രീയുടെ RPമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ പഞ്ചായത്ത് അധികാര വികേന്ദ്രീകരണമൊക്കെ നടന്നു കഴിഞ്ഞ് പഞ്ചായത്തിന്റെ ആ ഒരു ഭരണം പഞ്ചായത്തിന്റെ കയ്യിലേക്ക് ഭരണം എത്തിയപ്പോൾ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത് പഞ്ചായത്താണ്. അപ്പോൾ ഒരു പ്രദേശത്തെ അടയാളപ്പെടുത്തുന്നത് പഞ്ചായത്താണ്. അപ്പൊ പഞ്ചായത്ത് നടത്തുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ചതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. അതുപോലെ തന്നെ 1998 കുടുംബശ്രീ തുടങ്ങുമ്പോൾ ഇത്രമാത്രം കുടുംബശ്രീ മുന്നോട്ട് പോകുമെന്നുള്ളത് അന്ന് തുടങ്ങിയ ആളുകൾ ചിലപ്പോൾ മുൻകൂട്ടി കണ്ടിരുന്നുണ്ടാവില്ല. പക്ഷെ ഇന്ന് ആവുന്ന തരത്തിൽ കുടുംബശ്രീ മുന്നില് എന്റെ പുസ്തകം വന്ന് അത് പുസ്തകം പരിചയപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നതിൽ എനിക്കൊരു വലിയൊരു അഭിമാനമായിട്ടാണ് ഞാൻ കരുതുന്നത്. സോ പഞ്ചായത്ത്, കുടുംബശ്രീ ഈ 2 കാര്യങ്ങൾ ഒരുമിച്ച് എൻ്റെ പുസ്തകത്തെ ഇവിടെ ചർച്ചയ്ക്ക് എടുക്കുന്നു എന്നൊരു സന്തോഷം എനിക്ക് കിട്ടാനില്ല. എൻ്റെ ആദ്യത്തെ പുസ്തകം എന്നേരം തുഴഞ്ഞ് ആയിരുന്നു. അതിനുശേഷം 2ാമത്തെ പുസ്തകമാണ് കതിരാളൻ. കതിരാളൻ എന്നത് എൻ്റെ ആദ്യത്തെ നോവലാണ്. ഞാൻ ബിഗ് ബോസിന് സെൻട്രൽ ലയൺസ് ക്ലബിന്റെ 2026-27 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും ബിസിനസ് എക്സലൻസി അവാർഡ് വിതരണവും 28-ന് ഉച്ചകഴിഞ്ഞ് 2-ന് വടക്കാഞ്ചേരി കൊച്ചിൻ ലയൺസ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2018 സ്ഥാപിതമായ ഗോൾഡൻ ഇമ്പോർട്ടേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ K. അബ്ദുൾ റഹ്മാൻ, CV വർഗീസ് എന്നിവർക്ക് ബിസിനസ് എക്സലൻസി അവാർഡുകൾ നൽകി ആദരിക്കും. ഇന്ത്യയിലെ പല ലെഫ്റ്റ് ഗവർണർമാരുടെ സെക്രട്ടറിയായും അരുണാചൽ പ്രദേശ് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അണ്ടർ സെക്രട്ടറിയായും വിരമിച്ച KR രമേഷ് കുമാറിനെയും സെർവിക്കൽ ക്യാൻസർ രോഗനിർണയ ക്യാമ്പിന് നേതൃത്വം നൽകിയ ഡോക്ടർ KS ശ്രീനിവാസനെയും വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, ശാസ്ത്ര ഡയറക്ടർ CG സുനിൽകുമാറിനെയും ആദരിക്കും. പുതിയ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന രഞ്ജിത്ത് രാജൻ അധ്യക്ഷത വഹിക്കും. സെൻട്രൽ ലയൺസ് ക്ലബിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് 30 വർഷക്കാലം ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന റിട്ടയർഡ് ജില്ലാ സൂപ്രണ്ട് ഡോക്ടർ PS മോഹൻദാസിന് കർമ്മശ്രേഷ്ഠ പുരസ്കാരം സേവ്യർ ചിറ്റിലപ്പള്ളി MLA സമ്മാനിക്കും. 5ാം വർഷ ജലയാന സംഗമത്തിൽ 750-ൽ പരം വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും രക്ഷിതാക്കളും ഉൾപ്പെടെ ശാസ്ത്രീയ രീതിയിൽ നീന്തൽ അഭ്യസിപ്പിച്ച അക്വാറ്റിക് അസോസിയേഷൻ ഭാരവാഹി MV ജയപ്രകാശ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ വിഷയാവതരണം നടത്തും. മുതിർന്ന മാധ്യമപ്രവർത്തകനും ശ്രീ കേരളവർമ്മ വായനശാല പ്രസിഡന്റുമായ V. മുരളി, മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി PN ഗോകുലൻ എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ PS സുഭാഷ് പുഴയ്ക്കൽ, K. മണികണ്ഠൻ, KV വത്സകുമാർ, രഞ്ജിത്ത് K. രാജൻ എന്നിവർ പങ്കെടുത്തു.
DCC പ്രസിഡന്റിനെതിരെ മട്ടത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ DCCയിലെത്തി പ്രതിഷേധിച്ചത് BJP നിയോഗിച്ചവരാണെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. മട്ടത്തൂരിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ബ്ലോക്ക് പ്രസിഡന്റിനും പാർലമെന്ററി പാർട്ടി നേതാവിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. DCC ഓഫീസിൽ പ്രതിഷേധം നടത്തിയത് കോൺഗ്രസ് പ്രവർത്തകരല്ല, നേരിടാൻ അറിയാഞ്ഞിട്ടല്ല പോലീസിനെ വിളിച്ചത്. പ്രതിഷേധക്കാരെ ജാമ്യത്തിലെടുക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടു എന്ന ആരോപണം അത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് മട്ടത്തൂരിൽ BJPയുമായി കൂട്ടുകൂടിയവരാണെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. മറ്റത്തൂര് സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആർടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ആർടിയിലെ ഒരു വിഭാഗം BJPയുമായി ചേർന്ന് അവിടെ BJPയുടെ ലേബലിൽ സ്വതന്ത്രരായി ജയിച്ച 2 പേരെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റായിട്ടും വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട് പാർട്ടി അംഗം കൂടിയാണ്. പക്ഷേ ഈ കാര്യത്തിൽ വളരെ കർശനമായ നിലപാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. വർഗീയ കക്ഷികളുമായി യാതൊരു നിലയ്ക്കും കൂട്ടില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഉടനടി അവർക്കെതിരെയൊക്കെ നടപടി സ്വീകരിക്കുകയും അതിന് നേതൃത്വം കൊടുത്ത അന്ന് DCC ഭാരവാഹിയായിരുന്ന വ്യക്തിയെയും മണ്ഡലം പ്രസിഡന്റിനെയും പാർട്ടി പുറത്താക്കിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അവിശ്വാസം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ 6 മാസക്കാലം അതിന് വേണം. ഈ ജൂൺ 21-നാണ് 6 മാസം പൂർത്തിയായിട്ടുള്ളത്. പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കാനും അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാനും ഒരിടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വീണ്ടും വാർത്തകളിലേക്ക്. കഴിഞ്ഞ വർഷത്തെ തൃശൂർ പുലിക്കളി മഹോത്സവത്തിന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പുലിക്കളി സംഘങ്ങൾക്ക് പ്രഖ്യാപിച്ച 3 ലക്ഷം ധനസഹായം ലഭ്യമാക്കാത്തതിൽ തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. പുലിമുഖങ്ങളുമായാണ് പ്രതിപക്ഷം കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധിച്ചത്. പുലിക്കളി സംഘങ്ങൾക്ക് പ്രഖ്യാപിച്ച ധനസഹായം ലഭ്യമാക്കാൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് TR ഹിരൺ പറഞ്ഞു. സർക്കാർ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും സമർപ്പിച്ചതിന് ശേഷം മാസങ്ങളായിട്ടും യാതൊരു മറുപടിയും ലഭിക്കാത്ത സാഹചര്യത്തിൽ വിഷയത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും 50,000 രൂപ ഈ പുലിക്കളി സംഘങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൂറിസം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അത് ലഭ്യമാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് നമുക്ക് എടുത്തു പറയാനുള്ളതാണ്. അങ്ങനെ കാലാകാലങ്ങളായി പുലിക്കളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്
സാമ്പത്തിക സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എടുത്തു പറയുന്നത് കഴിഞ്ഞ വർഷമാണ് തൃശ്ശൂരിൻ്റെ MP ആയി ജയിച്ചു വന്ന ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം ഓണനാളിൽ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. പുലിക്കളി സംഘങ്ങൾക്ക് 3 ലക്ഷം രൂപ ഓരോ ടീമിനും അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാഗ്ദാനം നടത്തുകയും ആ വാഗ്ദാനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിന് ചുറ്റുമുള്ള എല്ലാ ഇലക്ട്രിക് പോസ്റ്റുകളിലും വലിയ രീതിയിലേക്കുള്ള ഫ്ലെക്സുകൾ ഉയരുകയും ചെയ്തു. സ്പേസ് വരുന്നു. പോലീസ് സ്റ്റേഷനുകളിൽ ഇനി വാഹനം കെട്ടിക്കിടക്കില്ല. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പിലും സമീപത്തും വർഷങ്ങളായി കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യും. ഇതിനായി സ്പേസ് എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സീറോയുടെ സഹകരണത്തോടെയാണ് റീക്ലെയിം, റിന്യൂ, റിവൈവ് എന്ന ടാഗ് ലൈനിലുള്ള പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ചെയർമാനും KPHCC മാനേജിംഗ് ഡയറക്ടർ അംഗവുമായ സമിതിയാണ് പദ്ധതിക്ക് രൂപം നൽകുക. പോലീസ് സ്റ്റേഷനുകളിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങളുടെ കണക്കെടുപ്പ് നടത്തി സമയബന്ധിതമായി നടപടികൾ പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഇതിലൂടെ പോലീസ് സ്റ്റേഷൻ പരിസരം ശുചിയാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്നത് പൊതുജനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന പരാതി വ്യാപകമായിരുന്നു. വാഹനങ്ങൾ ലേലം ചെയ്യുന്ന ഏർപ്പാട് നിലവിലുണ്ടെങ്കിലും അത് ശാശ്വത പരിഹാരമായിരുന്നില്ല. പദ്ധതി എങ്ങനെ നടപ്പാക്കും എന്നത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ചെയർമാന്റെ നേതൃത്വത്തിൽ തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബാലചന്ദ്രൻ വടക്കേടത്ത് സ്മാരക പുരസ്കാരം ഡോക്ടർ MN കാരശ്ശേരിക്ക് നൽകി. രാഷ്ട്രീയം എന്നത് അംഗത്വമെടുക്കലോ സിന്ദാബാദ് വിളിക്കലോ പാർട്ടി കൂറിന്റെ പേരോ അല്ല, അത് നീതിബോധത്തിന്റെ പേരാണെന്ന് സാഹിത്യ നിരൂപകൻ ഡോക്ടർ MN കാരശ്ശേരി. എതിര് പറയാൻ ആളില്ലാത്തതിനാലാണ് CPM ഇത്രമേൽ അധപതിച്ചതെന്നും MN കാരശ്ശേരി തൃശൂരിൽ പറഞ്ഞു. KPCC വിചാർ വിഭാഗ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ബാലചന്ദ്രൻ വടക്കേടത്ത് സ്മാരക പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസുകാരന്റെ മകനാണെങ്കിലും താൻ ഒരിക്കലും കോൺഗ്രസിൽ അംഗത്വമെടുത്തിട്ടില്ല. എത്ര വിമർശിച്ചാലും പിണങ്ങാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ ജനാധിപത്യ ബോധത്തിന് ഫസ്റ്റ് ക്ലാസ് മാർക്ക് നൽകാം. ഗാന്ധി കാലം മുതൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അവയെല്ലാം പൊതുവായ രാഷ്ട്രീയ ലക്ഷ്യത്തിനാണ്. ഗ്രൂപ്പ് വഴക്കില്ലാതെയും നേതാവാകാമെന്ന് തെളിയിച്ച ആളാണ് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിലും കേന്ദ്രത്തിലും പാർട്ടിയും സർക്കാരുമെല്ലാം ഒരാളിലേക്ക് കേന്ദ്രീകരിച്ചു. ഇതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇത് LDFന് മാത്രമുള്ള താക്കീതല്ല. അധികാര രാഷ്ട്രീയം എന്നത് ജനങ്ങളെ ഭരിക്കാനല്ല, സേവിക്കാനുള്ള അനുവാദമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ പുരസ്കാരം സമ്മാനിച്ചു. സുകുമാർ അഴീക്കൂടിനെ പോലെയുള്ള തിരുത്തൽ ശക്തികളുടെ അഭാവം കേരള രാഷ്ട്രീയത്തിനുണ്ട്. അത്തരമൊരു തിരുത്തൽ ശക്തിയായി കാരശ്ശേരി മാഷ് മാറട്ടെ എന്നും സുധീരൻ പറഞ്ഞു. KPCC വിചാർ വിഭാഗ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ബാലചന്ദ്രൻ വടക്കേടത്ത് അനുസ്മരണം നടത്തി. ഡോക്ടർ PV കൃഷ്ണൻ നായർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ N ശ്രീകുമാർ, വിചാർ വിഭാഗ് സംസ്ഥാന സെക്രട്ടറി രാമചന്ദ്രൻ പള്ളിയിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ആന്റോ കുണ്ടുകുളം, ബാലചന്ദ്രൻ വടക്കേടത്തിന്റെ സഹധർമ്മിണി സതി എന്നിവർ പങ്കെടുത്തു. ഉയർത്തിപ്പിടിക്കലോ ഒന്നും അല്ല എന്നാണ് എൻ്റെ ബോധ്യം. അപ്പോൾ പിന്നെ അതെന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായത് അതൊരു നീതിബോധത്തിൻ്റെ പേരാണ്. ഒരു നീതിബോധമാണത്. അക്രമം കാണുമ്പോൾ, അന്യായം കാണുമ്പോൾ, അനീതി കാണുമ്പോൾ അത് ശരിയല്ല എന്ന് തോന്നുകയും അതിനെപ്പറ്റി പറയുകയും എഴുതുകയും അത് തിരുത്താൻ അവനവനെ കൊണ്ടാവും പോലെ എന്തെങ്കിലും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഉള്ളിൽ ഈ നീതിബോധത്തിൻ്റെ പേരാണ് രാഷ്ട്രീയം. അത് പാർട്ടിക്കൂറിൻ്റെ പേരല്ല. അതിന് ഉദാഹരിക്കാനുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരാള് നമ്മുടെ ഈ വേദിയിലുണ്ട് എന്നുള്ളത് എനിക്ക് ഈ സംസാരിക്കുന്നതിന് വലിയ പിൻബലമാണ്. അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയാൻ എനിക്ക് വളരെ വിഷമമുണ്ട്. പക്ഷെ സത്യം പറയണ്ടേ, ആദർശ രാഷ്ട്രീയം എന്നൊക്കെയുള്ള വാക്ക് മലയാളികൾ മറന്നു തുടങ്ങുന്ന ഒരു കാലത്ത് ഞങ്ങൾക്കൊക്കെ ഉള്ള ആശ്വാസം
സുധീരനൊക്കെ ഉണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് രാവിലത്തെ പത്രത്തിൽ എനിക്ക് സത്യം പറയാണ്, എന്നെ വളരെ നിരാശപ്പെടുത്തിയൊരു കാര്യമാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് തീരുവ കുറച്ചു. ഞാൻ ആലോചിക്കാം, അപ്പൊ അതിനെതിരായിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതാൻ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരാളുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് എന്നും പ്രതിപക്ഷമായിട്ട് ഇരിക്കുന്ന ഒരുത്തനാണ് സുധീരൻ. അപ്പോ ചെറിയ കാര്യമില്ല. കാരണം ഗാന്ധി ഒരിക്കൽ ആണ് അധികാരത്തെ പറ്റി അങ്ങനെ സംസാരിച്ച എൻ്റെ ഓർമ്മയിലുള്ളത്. ധാരാളം ഉണ്ടാവും, കാരണം അദ്ദേഹം 1,00,000 പേജ് എഴുതിയ ആളാണ്. എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയാം, ഇന്ത്യയുടെ സ്വേച്ഛാധിപതിയായി ഒരു നിമിഷ നേരത്തേക്ക് നിങ്ങൾ എന്നെ നിയമിച്ചു കഴിഞ്ഞാൽ ആ ഒരു നിമിഷം കൊണ്ട് ഇന്ത്യയിലെ എല്ലാ മദ്യശാലകളും ഞാൻ അടച്ചുപൂട്ടും എന്ന് പറഞ്ഞവന്റെ പേരാണ് മഹാത്മാഗാന്ധി. കോൺഗ്രസ്സുകാർക്കുള്ള ഒരു ബുദ്ധിമുട്ട് 1924 അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നുള്ളതാണ്. ചില്ലറ ഭാരമല്ല, ഗാന്ധി നിങ്ങളുടെ പ്രസിഡന്റ് ആയിരുന്നു. എന്നിട്ട് ഇപ്പോ അതായത് ആലോചിച്ചു, കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് എത്രയാണ് മദ്യശാലകൾ വർദ്ധിച്ചത്. ഒരു ചെറിയൊരു സാങ്കേതിക കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു അധികാരം ഉണ്ടായിരുന്നു. അവരുടെ പരിധിയിൽ മദ്യശാല വേണമോ വേണ്ടയോ തീരുമാനിക്കാനാണ്. അല്ലെങ്കിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് ഒരു സാമൂഹ്യ നിരീക്ഷകൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. ഈ അടുത്ത കാലത്താണ് നമുക്കെല്ലാം പ്രിയപ്പെട്ട ചലച്ചിത്ര കലാകാരനായ സലിം കുമാർ നമ്മെ വിട്ടുപോയത്. ഞാനവിടെ പോയിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട സതീശൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. കൃത്യമായ രാഷ്ട്രീയമുണ്ട് സലിം കുമാർ. ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് തുറന്നു പറയുന്നതിൽ തെല്ലും മടി കാണിക്കാറില്ല അദ്ദേഹം. സതീശൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. അന്ന് സലിം കുമാർ നടത്തിയ പ്രസംഗം ഞാൻ ഓർക്കുകയാണ്. എത്ര മനോഹരമായാണ് അദ്ദേഹം രാഷ്ട്രീയ സ്ഥിതിഗതികളെക്കുറിച്ച് അല്പം തമാശയായി എന്നാൽ കാര്യഗൗരവത്തോടുകൂടി അവതരിപ്പിച്ചത് എന്ന് ഓർക്കുന്നുണ്ട്. ആ സലിം കുമാറിൻ്റെ വേർപാട് നമ്മളൊക്കെ വേദനിപ്പിച്ചു. ആ സലിം കുമാർ നമ്മളെ വിട്ടുപിരിഞ്ഞപ്പോൾ, അതിനു മുമ്പ് അദ്ദേഹം ആശുപത്രിയിലായിരുന്നപ്പോൾ, രോഗബാധിതനായി ആശുപത്രിയെ അഭയം പ്രാപിച്ച സന്ദർഭത്തിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയമാകാം, നമുക്കറിയാം. പലരും തുറന്നു പറയാൻ രാഷ്ട്രീയമൊക്കെ തുറന്നു പറയാൻ തയ്യാറാകാറില്ല. സലിം കുമാറിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് ഏത് വേദിയിലും പറയാൻ മടിയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ സമൂഹത്തിലെ പല തലങ്ങളിലും പ്രവർത്തിക്കുന്ന ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തെ അവരുടെ അന്ധമായ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാവണം, അല്ലെങ്കിൽ സലിം കുമാറിൻ്റെ മഹത്വം തിരിച്ചറിയാൻ പറ്റാതെ പോയത് കൊണ്ടായിരിക്കണം. ആശാരിക്കാട് ബേബി CV ജോസ് അനുസ്മരണം സംഘടിപ്പിച്ചു. പാണഞ്ചേരിയിലെ കോൺഗ്രസ് നേതാക്കളായ ആശാരിക്കാട് ബേബി, CV ജോസ് എന്നിവരുടെ ചരമവാർഷിക ദിനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കോൺഗ്രസ് നേതാക്കളായിരുന്ന ആശാരിക്കാട് ബേബിയുടെയും CV ജോസിന്റെയും പ്രവർത്തനങ്ങളും നേതൃത്വവും കോൺഗ്രസിന് മുതൽക്കൂട്ടായിരുന്നു. അവരുടെ അകാലത്തിലുള്ള വേർപാട് കോൺഗ്രസിന്റെ തീരാ നഷ്ടമാണെന്നും നേതാക്കൾ അനുസ്മരിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KP ചാക്കോച്ചൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭാസ്കരൻ ആദങ്കാവിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. KPCC മെമ്പർ ലീലാമ തോമസ്, DCC ജനറൽ സെക്രട്ടറി KC അഭിലാഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് മീനു ടീച്ചർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റുമാരായ ഷിബു പോൾ, ബിനു KV, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KP എൽദോസ്, റജി പാണങ്കുടിയിൽ, VB ചന്ദ്രൻ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ജെയ്മോൻ ഫിലിപ്പ്, സജി താണിക്കൽ, ജോർജ് M വർഗീസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷൈജു കുര്യൻ, അനിൽകുമാർ, സുശീല രാജൻ, വിനോദ് തേനംപറമ്പിൽ, KM പൗലോസ്, തിമത്തി പാർലിക്കാട്, ഷിജോ P ചാക്കോ, അജി PC, ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി ടൂർണമെന്റിന്റെ ജേഴ്സി പ്രകാശനം ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന സന്ദേശവുമായി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ ജേഴ്സി പ്രകാശനം നടന്നു. തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന പരിപാടി തൃശൂർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് ACP KC സേതു ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധതയ്ക്കെതിരായ പോരാട്ടം ഏതെങ്കിലും വകുപ്പിന്റെ മാത്രം ചുമതലയല്ല, മറിച്ച് സമൂഹത്തിന്റെ തന്നെ ബാധ്യതയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സിറ്റി നർക്കോട്ടിക് SP P ഷിബു അധ്യക്ഷനായി. ചടങ്ങിൽ ഹൈ സെക്യൂരിറ്റി ജയിൽ സൂപ്രണ്ട് RS രാജേഷ് കുമാർ മുഖ്യാതിഥിയായി. തൃശൂർ സിറ്റി പോലീസ് ACP M ശശിധരൻ, കോർപ്പറേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ PA മഹേന്ദ്ര, DD ഇൻചാർജ് രോഹിത് നന്ദകുമാർ, തൃശൂർ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് CK ജയസൂര്യൻ, ബാങ്ക് ഓഫ് ബറോഡ RBDM പോൾ സേവ്യർ എന്നിവർ ആശംസകൾ നേർന്നു. സിറ്റി പോലീസ് നർക്കോട്ടിക് ASI സനീഷ് ബാബു സ്വാഗതവും പ്രസ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി B സതീഷ് നന്ദിയും പറഞ്ഞു. ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 വൈകിട്ട് 2:30 കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ പോലീസ്, കോർപ്പറേഷൻ, എക്സൈസ്, ബാർ അസോസിയേഷൻ, ഫയർഫോഴ്സ്, പ്രസ് ക്ലബ്, വിദ്യാഭ്യാസ വകുപ്പ്, ജയിൽ തുടങ്ങിയ ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. ലോകകപ്പിൽ മാറ്റുരയ്ക്കുന്ന 8 പ്രമുഖ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞാണ് മത്സരത്തിനിറങ്ങുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ഒരിടവേള കൂടി. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി, കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തകളിലേക്ക്. കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവുമായി അറസ്റ്റിലായ പ്രതി റിമാൻഡിൽ. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവുമായി ഒരാളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഒല്ലൂർ ചിറയത്ത് വീട്ടിൽ ബിക്സണാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കല്ലൂർ ആലേങ്ങാട് പ്രദേശത്ത് പുതുക്കാട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് NDPS നിയമത്തിന് പുറമെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പായ സെക്ഷൻ 77 കൂടി കൂട്ടിച്ചേർത്താണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പുതുക്കാട് സബ് ഇൻസ്പെക്ടർമാരായ KS സുബിന്ദ്, ഋഷി പ്രസാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ്, ഷിനോജ്, മനീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഫൈസൽ, നവീൻ കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കേസിൽ വധശ്രമ കേസിലെ പ്രതി അറസ്റ്റിൽ. സ്കൂൾ കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചു വെച്ച് വിൽപ്പന നടത്തിവന്ന വധശ്രമ കേസ് പ്രതിയെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം വഞ്ചിപ്പുര സ്വദേശി കൈതവളപ്പിൽ പത്മരാജ് എന്നയാളാണ് പോലീസിന്റെ പിടിയിലായത്. ജൂൺ 22 തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെ കയ്പമംഗലം സുജിത് ജംഗ്ഷനിൽ പ്രതി നടത്തിവരുന്ന KK ബനാന സ്റ്റോഴ്സ് എന്ന പലചരക്ക് പച്ചക്കറി സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ മിന്നൽ റെയ്ഡിലാണ് കടയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച 47 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തത്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്ന ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
പത്മരാജ് ഈ കേസിന് പുറമെ കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസിലും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി അറസ്റ്റിലായ കേസിലും പ്രതിയാണ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ബിജിത്ത്, SI ജോഷർ, ASIമാരായ രാജേഷ്, ജോബി പോൾ, CPO ഷിജു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. വലക്കാവ് കളപ്പുരയ്ക്കൽ മെയ്ജോ മകൻ ഏഞ്ചലോ നിര്യാതനായി. 14 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 11:30 ചാവറാംപാടം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ്. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധവുമായി DYFI തൃശൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് പിരിച്ചുവിടാനായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കേരള കാർഷിക സർവകലാശാല വായനാ വാരാഘോഷം രജിസ്ട്രാർ ഡോക്ടർ മേരി റജീന ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ വായനശാലയും കട്ടിലപ്പുവം ഗവൺമെന്റ് ഹൈസ്കൂളും ചേർന്ന് കട്ടിലപ്പുവം സ്കൂളിൽ വായന പക്ഷാചരണം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ലെന്ന് CPI. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.